ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അതായത് കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മക്കളെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് കുറേ മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്സുകളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളെ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എൻ്റെ മോനും ഞാൻ പഠിച്ചതുപോലെ തന്നെ പഠിക്കും, അപ്പോൾ എൻ്റെ രീതി തന്നെ പറഞ്ഞു കൊടുത്താൽ മതി, അവൻ അതുപോലെ പഠിച്ചോളൂ എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് നമ്മൾ പഠിക്കുന്ന രീതിയല്ല മറ്റ് കുട്ടികൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളും പഠിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം, എങ്ങനെയാണ് ഓരോ കുട്ടികളും പഠിക്കുന്നതെന്ന്. ഇപ്പോൾ 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളുടെയും കഴിവ് വ്യത്യസ്തമായിരിക്കും. അതുപോലെയാണ് ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യവും. ക്ലാസ്സിൽ 10-25 കുട്ടികളുണ്ടെങ്കിൽ ആ 25 കുട്ടികൾക്കും വ്യത്യസ്ത കഴിവുകളായിരിക്കും. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും, ചിലർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും, ചിലർക്ക് സ്പോർട്സിനായിരിക്കും താല്പര്യം. അപ്പൊ നമ്മൾ അവരുടെ കഴിവുകളെ ആദ്യം തിരിച്ചറിയുക. അപ്പൊ ചില കുട്ടികൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ മികച്ച രീതിയിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനൊക്കെ മടിയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ പേരൻസ് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇനി രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും കുട്ടികളെ പഠിപ്പിക്കാൻ കഴിവുണ്ടാകണമെന്നില്ല. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള കഴിവ്, ആ സ്കില്ല് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കുട്ടികളുടെയും പോരായ്മകൾ മനസ്സിലാക്കി ചില കുട്ടികൾക്ക് റിപ്പീറ്റായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ക്ഷമയാണ് ഏറ്റവും വേണ്ടത്. അപ്പോൾ ആ ക്ഷമ എന്ന് പറയുന്ന സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വേണം പഠിക്കാൻ മടിയുള്ള കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനായിട്ട്. അതിനു വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് നമ്മൾ രക്ഷിതാക്കള് വില്ലിങ് ആകണം. ഇനി ചിലര് ഭയങ്കര സ്ലോ ലേണർ ആയിരിക്കും. അവർക്ക് കുറേ സമയം നമ്മൾ കൂടെ ഇരുന്ന് ഗൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരോട് ദേഷ്യപ്പെടാതെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. റിപ്പീറ്റ് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇനി എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടും നമ്മുടെ വഴിക്ക് അവർ വരുന്നില്ല, നമുക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ബെറ്റർ നല്ലൊരു ട്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാളും മറ്റൊരാൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾക്ക് പഠിക്കാൻ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും മാത്രം കൊടുക്കരുത്. വേറെ എക്സ്ട്രാ എന്തൊക്കെ മെറ്റീരിയൽസ് കിട്ടുമോ അതൊക്കെ വായിക്കാനായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഓരോ ക്ലാസ്സുകളിലേക്കൊക്കെ ഗൈഡൊക്കെ വരും. അപ്പോൾ ഈ ഗൈഡൊക്കെ കൂടി വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവർ ടെക്സ്റ്റ് ബുക്കും നോട്ട്സും അല്ലാതെ ഒരു അധിക വായന അവർക്കുണ്ടാകും. ഇപ്പോൾ ഗൈഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് ചോദ്യോത്തര രൂപങ്ങളുണ്ടാവും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും സ്കോളർഷിപ്പ് പരീക്ഷയ്ക്കൊക്കെ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അനുബന്ധ വിവരങ്ങളുണ്ടാകും. ഇതൊക്കെ കൂടി കുട്ടികളെ കൊണ്ട് ഒന്ന് എക്സ്ട്രാ വായിപ്പിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ആ അറിവ് വർദ്ധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഒരു റൊട്ടീൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് എഴുന്നേൽക്കുന്നതിന് കൃത്യമായിട്ടൊരു സമയം, ഉറങ്ങുന്നതിന് കൃത്യമായിട്ടുള്ള സമയം, പഠിക്കുന്നതിനുള്ള സമയം, കളിക്കുന്നതിനുള്ള സമയം. ഇത് അവരാദ്യമേ ഒന്നും ചെയ്യില്ല, എന്നാലും നമ്മൾ കൂടെ നിന്ന് ആ കറക്റ്റ് സമയത്ത് ചെയ്യിച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്താൽ പതുക്കെ ഒരു ശീലം ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കുക, ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്ന്, സ്കൂളിൽ എന്തൊക്കെ വിശേഷങ്ങൾ ഉണ്ടായി എന്നൊക്കെ ചോദിക്കുക. ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് അവരോട് ആദ്യം എഴുതി വെക്കാൻ പറയുക. ടെസ്റ്റ് പേപ്പറോ ഹോംവർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറയുക. എന്നിട്ട് ഓരോ സബ്ജക്റ്റും പഠിച്ച് മാറ്റിവെക്കാനായിട്ട് പറയുക. പിന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, എല്ലാ കാര്യവും അവർക്ക് ചെയ്തു കൊടുക്കരുത്, കുറച്ചൊക്കെ സ്വന്തമായിട്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുക. അപ്പോൾ ആദ്യമൊക്കെ പഠിക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ സ്വന്തമായിട്ട് പഠിക്കാൻ പറയുക. ഓരോ ടോപ്പിക്കും പഠിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് എക്സാം ഇടുക. അപ്പോൾ ആദ്യമൊക്കെ സിമ്പിളായിട്ടുള്ള എക്സാം ഇടുക. ആദ്യം തന്നെ ടഫ് ഇട്ടാൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെടും. അപ്പോൾ ഒട്ടും പഠിക്കാത്തൊരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് ടെസ്റ്റ് പേപ്പറായിട്ട് ഇട്ട് കൊടുക്കുക. അവർ നന്നായിട്ട് എഴുതിയെങ്കിൽ നല്ല സ്റ്റാർ ഒക്കെ ഇട്ട് കൊടുത്താൽ അത് കുട്ടികളെ പഠിക്കാൻ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും.
പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു യൂണിറ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് പേപ്പർ ഇടുക. നമ്മൾ സ്വയം തയ്യാറാക്കുകയോ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസോ മോഡൽ ക്വസ്റ്റ്യൻസോ ഒക്കെ നോക്കി 1-2 ക്വസ്റ്റ്യൻസ് പരീക്ഷയായിട്ട് ഇട്ടുകൊടുക്കുക. അത് അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് ശീലിപ്പിക്കുക. പിന്നെ മറ്റൊരു കാര്യം മാത്സ് പരീക്ഷയുടെ കാര്യമാണ്. പല കുട്ടികളും കംപ്ലൈന്റ് പറയാറുള്ളത് മാത്സിന് സമയം തികഞ്ഞില്ല എന്നുള്ളതാണ്. എന്റെയും ചെറുതിലേത്തെ പ്രശ്നം ഇതായിരുന്നു, മാത്സിന് സമയം തികയാറില്ല. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലിരുന്ന് ടൈം മാനേജ് ചെയ്ത് അത് എഴുതി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കുട്ടികൾക്ക് ഒരു 5 പ്രോബ്ലം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക. ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും പ്രോബ്ലം ചെയ്ത് കഴിയാൻ സാധിക്കുന്നുണ്ടോ എന്ന് വീട്ടിൽ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ എഴുതി ഒരു ശീലം പരിശീലിച്ചു കഴിഞ്ഞാൽ ടൈം മാനേജ് ചെയ്ത് കുട്ടികൾക്ക് കൃത്യമായിട്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, LP ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ബുക്കിൽ എഴുതി പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഇഫക്റ്റീവ് സ്ലേറ്റിലോ അല്ലെങ്കിൽ വൈറ്റ് ബോർഡിലോ ഒക്കെ എഴുതി പഠിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു മായ്ച്ച് കുറെ കാര്യങ്ങൾ എഴുതി പഠിക്കുമ്പോൾ അവരുടെ മൈൻഡിൽ കൂടുതൽ തവണ തങ്ങി നിൽക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ മാത്സ് ഒക്കെ ആയാലും ബുക്ക് മാത്രം വെച്ചിട്ട് പഠിപ്പിക്കാതെ കൊച്ചു കൊച്ചു ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കുക. ഇപ്പൊ കാർഡ് ഗെയിം, അങ്ങനെ ഒരുപാട് ഗെയിമുകളുണ്ട്. അപ്പൊ ആ ഗെയിം വെച്ച് പഠിപ്പിച്ചാൽ അവർക്ക് പഠിക്കുകയാണെന്നൊരു തോന്നലും ഉണ്ടാവില്ല. ചതുഷ്ക്രിയകളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഉള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ കളികളിലൂടെയൊക്കെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചെറുപ്പത്തിലെ തന്നെ ബുക്ക് വായന പ്രോത്സാഹിപ്പിക്കുക. ചെറുതായിരിക്കുമ്പോൾ തന്നെ ചെറിയ ബുക്സ് ഒക്കെ അവരെ കൊണ്ട് വായിപ്പിക്കുക. അപ്പോൾ ആ വായനാശീലം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് അറിയാനുള്ള ആഗ്രഹങ്ങളും കൂടി ഡെവലപ്പ് ചെയ്യും. അപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ പറയാതെ തന്നെ അവര് സ്വന്തമായിട്ട് ബുക്സ് വായിച്ചു തുടങ്ങും. പിന്നെ എപ്പോഴും പഠിപ്പിക്കൽ മാത്രം പോരാ, കളിയും കുട്ടികളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിലധികം സമയം അവർക്ക് ഫ്രീ ടൈം കളിക്കാനായിട്ട് കൂടി കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.